ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് മാത്രം ഈ റാം മന്ദിറിൽ 10 ലക്ഷത്തിലധികം ആളുകൾ വന്നിട്ടുണ്ട്. ഈ വന്ന ആളുകളെല്ലാം തന്നെ അവിടെ ഭണ്ഡാരപ്പെട്ടിയിൽ പൈസ ഇടുകയും മറ്റു ഓഫറിങ്ങൾ നടത്തുകയും മറ്റു പ്രതിജ്ഞകൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഒരു സാമ്പത്തിക വശമുണ്ട്. അപ്പം ഈ പണം എത്ര കോടി ഉണ്ടാവും എന്നുള്ളത് ഇപ്പോഴും തീർച്ചയില്ലാത്ത കാര്യമാണ്. 10 ലക്ഷം പേര് ഓഫർ ചെയ്യാണ്. 10 രൂപ വെച്ചാണെങ്കിൽ തന്നെ 10 രൂപ വെച്ചൊന്നും ആരും ഈ ഭക്തന്മാരങ്ങനെ 10 രൂപ വെച്ചൊന്നും ഇടാറില്ല. അതെത്ര ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ ഈ കേസ് ആക്ച്വലി ഈ വിസിൽ ബ്ലോവറായിട്ട് വന്നിരിക്കുന്നത് പഴയ ഒരു കർസേവകനാണ്. ഈ കർസേവകൻ തന്നെ അയാൾ പറയുന്നത് അയാൾ 90കളിൽ രാമജന്മഭൂമി അവിടെ ബാബറി മസ്ജിദ് കേസിൽ അറസ്റ്റിലാവുകയും ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും അന്ന് പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. പുള്ളി ഇപ്പോൾ വേറെ ഒരു ഹിന്ദു സംഘടനയുമായിട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. പുള്ളി പറയുന്നത് ഇത് ഈ രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ ഭാരവാഹികളാണ് ശരിക്കും ഇത് അടിച്ചു മാറ്റിയിട്ടുള്ളത്, അവരുടെ പിണിയാളുകളാണ്. അതുകൊണ്ട് എന്തായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്നുള്ളതാണ് പുള്ളി ഉന്നയിക്കാൻ ശ്രമിച്ചത്. പുള്ളി പരാതിപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു രസം, ഇതുവരെ അതൊരു FIR ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് പകരം അവിടെ ഉത്തർപ്രദേശിലെ യോഗി ഗവൺമെൻറ് ചെയ്തത് അവരൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചു. അപ്പോൾ സാധാരണ ഇതിൽ BNS ആയാലും IPC ആണെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ട് എങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. കേരളത്തിൽ നമുക്ക് അറിയാം, FIR ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ വാദിയെ പിന്നെ കണ്ടെത്തുന്നു, പ്രതിയെ കണ്ടെത്തുന്നു. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ FIR ആണ് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ആൾ ഉൾപ്പെടെ പറയുന്നത്. അപ്പം അവരാവശ്യപ്പെടുന്നത് ഈ SIT, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിച്ചിട്ട് വൻതോക്കുകളെയെല്ലാം, പലപ്പോഴും ഭരണകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട ആയിരിക്കാൻ തന്നെയാണല്ലോ സാധ്യത. അവിടെ സമാജ്വാദി പാർട്ടിയും പിന്നെ ചെറിയ അളവിൽ കോൺഗ്രസും അവരിൽ പലരും ഈ മന്ദിര നിർമ്മാണവുമായിട്ട് വലിയ തോതിൽ സഹകരിക്കാതിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധി ഒന്നും അതിന് പോയിരുന്നില്ല. അപ്പം അല്ലെങ്കിലും അവർക്ക് അവിടെ സഹകരിക്കുക എന്ന് പറയുമ്പോൾ അവരല്ല ഇത് മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടനകളാണ്. അവരാണ് ഇത് നിർമ്മിച്ചതെന്നും അവരാണ് രാമനെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തിയതെന്നൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ അവകാശവാദം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്യാതെയുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ അന്വേഷിച്ചിട്ട് അവരൊരു ഇടക്കാല ഫൈൻഡിങ് നടത്തിയതായിട്ട് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണം എണ്ണുന്നത് സംബന്ധിച്ച്, പണം എണ്ണുക, അതോടൊപ്പം തന്നെ പണം എണ്ണുന്നതിൻ്റെ കണക്ക് സൂക്ഷിക്കുക, അതുപോലെ തന്നെ അത് അക്കൗണ്ടിങ്, ഇതൊന്നും തന്നെ അവിടെ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. ഈ എല്ലാ രംഗത്തും വലിയ തോതിലുള്ള വീഴ്ചകളുണ്ട്. പിന്നെ പണം എണ്ണുന്നവരും അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റാഫ് എങ്ങനെ നിയമിക്കപ്പെടുന്നു, പലരും പൈസ സ്വന്തം കുപ്പായത്തിലും കീശയിലും ഒക്കെ ആയിട്ട് പുറത്ത് കിടക്കുന്നു. അങ്ങനെ കിടക്കുന്നവരെ സെക്യൂരിറ്റിക്കാർ പരിശോധിക്കുന്നില്ല. പരിശോധിക്കാത്തത് കൊണ്ട് തന്നെ ഈ 500 രൂപയുടെയൊക്കെ ഗുണിതങ്ങളായിട്ടുള്ള വലിയ വലിയ കെട്ടുകളുമായിട്ട് ഈ ബന്ധപ്പെട്ടവർ പുറത്തു പോകുന്നു. അവർ ഈ പുറത്തു പോകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു എൻ്റർ ടീം പോലെ അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്, സെക്യൂരിറ്റി ഉൾപ്പെടെ. അപ്പോൾ അത് വേറെ ആരിലേക്കോ നീളുന്നുണ്ട്. ഈ പണമൊക്കെ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജീവനക്കാർ അവർ എന്താ പറയുക, അതിൻ്റെ ഒരു ടൂൾ മാത്രമായിരിക്കാനാണ് സാധ്യത. ഇത് വളരെ കളക്റ്റീവായിട്ടുള്ള ഒരു തെഫ്റ്റാണ്. 1500 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എലിഗേഷൻ. അപ്പം ഇതിനെ അവർ CBI അന്വേഷണം അണ്ടർ കോർട്ട് ഓവർസൈറ്റ് ആണ്, അതായത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള, കോടതിയുടെ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമുള്ള ഒരു CBI അന്വേഷണമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. SIT directs Ram Temple Trust official not to leave Ayodhya as donation probe continues. ഇതാണ് 2 ദിവസം മുന്നേയുള്ള ഇതിനകത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. അതായത് ഒരാളും പുറത്തു പോകരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇവർ പലരും ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുന്നവരുണ്ട്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയിട്ടവരുണ്ട്, സുഖമില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാത്തവരുണ്ട്. അതുകൊണ്ട് SIT ടീം allegations of embezzlement of funds of the Ram Temple Ayodhya has instructed trust and
temple functionaries not to leave the city as investigation enters crucial phase. ഇത് നോക്കുക, 2025 ജാനുവരി ഫെബ്രുവരി ആ മാസമാണ് 10 ലക്ഷം പേര് അവിടെ മന്ദിർ വിസിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അത് കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Then the special sources associated with the investigation claimed that one of the SIT's key findings relates to the documentation and accounting of the offering made by devotees, including gold, silver, jewelry, diamond, and other precious metals. ഈ പരാതി ആദ്യം അല്ലെങ്കിൽ കാര്യമായിട്ട് ഉന്നയിച്ചത് സന്തോഷ് ദുബൈ എന്ന് പറയുന്ന ഒരാളാണ്. സന്തോഷ് ദുബൈ അയാൾ പറയുന്ന ഈ അഷ്ടധാതുക്കൾ, അതായത് 8 മെറ്റൽ ചേർന്ന അലോയാണ് അഷ്ടധാതുക്കൾ, അതിൽ തീർത്തിട്ടുള്ള കല്ലുകൾ. എന്തിനാണ് ഈ കല്ലുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയോധ്യയിൽ അന്ന് ഇവിടുന്ന് ഓരോരുത്തർ കല്ല് കൊണ്ടുപോകരുത്, അയോധ്യയിൽ രാമക്ഷേത്രം പണിയാനായിട്ട്. അപ്പോൾ ചിലർ മണ്ണ് കൊണ്ടുള്ള കല്ല് കൊണ്ടുപോകും, ചിലർ ശരിക്കും സ്വർണം, വെള്ളി അതേപോലെയുള്ള സാധനങ്ങൾ കൊണ്ടുള്ള കല്ല് കൊണ്ടുപോകും. Ambrx received donations during the Ram Temple movement have also gone missing. ഇതൊന്നും കാണുന്നില്ല. സത്യത്തിൽ ഈ കല്ല് ഇയാൾക്കറിയാം. ഇയാൾ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഈ ആള്. പുള്ളി പറയാൻ കാരണം, പുള്ളി അന്ന് was among the accused in case linked with the demolition of Babri structure in 1992. അന്നത്തെ ബാബറി മന്ദിരം തകർത്ത കേസിൽ അറസ്റ്റ് ആയ വ്യക്തി കൂടിയാണ് അയാൾ. He claims to have sustained bullet injuries during the movement and says he was jailed under National Security Act NSA in 90s. അത് ഭയങ്കര ഗുരുതരമായ കുറ്റമാണ്. അത്ര വലിയ കുറ്റം ചെയ്ത് ഈ രാമമന്ദിരം ഉണ്ടാക്കാനായിട്ട് പണിപ്പെട്ട ആളാണ് ഈ സന്തോഷ് ദുബൈ എന്ന് പറയുന്ന ആൾ. പുള്ളി ഇപ്പോൾ ഒരു സംഘടന ഉണ്ടായി, അതിൻ്റെ പേര് ധർമ്മസേന എന്നാണ്, ഹിന്ദു നെയിംഡ് ഔട്ട്ഫിറ്റ്. പുള്ളിയാണ് പരാതി കൊടുത്തത്. പരാതി പത്രക്കാരെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ഈ ടിന്നു യാദവ്. ഈ പുള്ളിയെക്കുറിച്ചൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പം ഞാൻ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പുള്ളി ഈ പിന്നെ രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ സെക്രട്ടറി, അതിൻ്റെ മേധാവി, അയാളുടെ ഫോർമർ ഡ്രൈവറാണ്. ആൻഡ് അസോസിയേറ്റ് ഓഫ് ചമ്പത്ത് റായ് ആണ് ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി. പുള്ളിയുടെ ഒരു ഫോർമർ ഡ്രൈവറാണ്. ഈസ് ഇൻ ദ സ്പോട്ട്ലൈറ്റ്. SIT ഹാസ് നോട്ട് എറ്റ് കോൾഡ് ഹിം ഫോർ ക്വസ്റ്റ്യനിങ്. SITയെ കുറിച്ച് ഒരുപാട് വ്യാപകമായിട്ടുള്ള പരാതികൾ അല്ലെന്നുണ്ടെങ്കിൽ വിമർശനങ്ങൾ നമ്മൾ ദേശീയ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ കാണാൻ, പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ SIT കേസ് ഒതുക്കാനും ഈ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വലിയ നേതാക്കളെ രക്ഷിക്കാനുമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇയാളെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇയാൾക്ക് 20 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഇയാളൊരു കാർ ഡ്രൈവറാണ്. 20 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ്. ടിന്നു യാദവ് കമാൻഡോ സ്കൂട്ടറി. Once known locally as an auto rickshaw driver, he is now reported to have an interest in hostels, restaurants and properties in Ayodhya. അപ്പോൾ പുള്ളി ഇപ്പോൾ എന്താണ് ശരിക്കും റിയൽ എസ്റ്റേറ്റ് ഓപ്പറേറ്ററാണ്, റെസ്റ്റോറൻറ്റും ഹോട്ടൽസും ഒക്കെ നടത്തുന്ന ആളാണ്. വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ടിന്നു യാദവ്. ഇങ്ങനെ കുറേ പേരുണ്ട്. ഇവരെല്ലാം തന്നെ ഇദ്ദേഹമാണ് ഈ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്. അത് പ്രിൻ്റിൽ കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ടാണ്. അതിനകത്ത് അവർ പറയുന്നത് അവർ ഇങ്ങേരുമായിട്ട് ബന്ധപ്പെടാനും അതുപോലെ തന്നെ ട്രസ്റ്റിൽ മറ്റു മെമ്പേഴ്സ് ഉണ്ട്, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ഇവരാരും തന്നെ അവൈലബിൾ അല്ല. ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റ് മെമ്പർ അനിൽ മിശ്ര ഈസ് ഓൾസോ കറൻ്റ്ലി ഔട്ട്സൈഡ് ഉത്തർപ്രദേശ്, റിപ്പോർട്ട്ലി അണ്ടർഗോയിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. അപ്പം എന്തുകൊണ്ട് FIR രേഖപ്പെടുത്തിയില്ല എന്നുള്ളത്, പിന്നെ അതുപോലെ ഈ കല്ലുകൾ, ഈ 1250 കല്ലുകൾ അവിടെ ഉണ്ട് എന്ന് അന്നത്തെ അനുഭവം വെച്ച് അന്നത്തെ ഒരാൾ പറയുകയാണ്. ഇതെല്ലാം ആരോപണങ്ങളാണ്. പക്ഷേ സംതിങ് ഈസ് റോട്ടൺ ഇൻ അയോധ്യ എന്ന് തന്നെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ആഫ്റ്റർ മാത്തും അതിൻ്റെ പ്രതികരണവും ഒരു FIR ഇതുവരെ ആയിട്ടില്ല. ഇത് ശരിക്കും ഒരു FIR ഇട്ട് ഈ പറയുന്നോണം ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു അന്വേഷണം, അതൊരു CBI അന്വേഷണം തന്നെ. CBI എന്ന് പറയുമ്പം കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കണം ഓരോരോ സ്റ്റെപ്പ്. അല്ലാതെ ഈ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരുപാട് ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ ഊഹിക്കാമല്ലോ. അപ്പോൾ യോഗി
വേറൊരു പോസ്റ്റിലാണ് നിൽക്കുന്നത്. യോഗി ഒരു സന്യാസിയാണ്, പൈസ ഒന്നും വേണ്ടാത്ത ആളാണ് എന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷേ ഈ പൈസ അല്ലെങ്കിൽ സമ്പത്ത് പല ആളുകളിലേക്കും പോയിട്ടുണ്ട്. ഒരു കാർ ഡ്രൈവർക്ക് 20 കോടിയുടെ ആസ്തി ഉണ്ടെന്നൊക്കെ സൂചനകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അതിൻ്റെ മേളിൽ അയാൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിലോട്ട് വരുന്ന ആ ഒരു അയാൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് ആദ്യം ആലോചിക്കണം. അയാൾക്ക് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയുന്നു എന്ന് ആലോചിക്കണം. വൻ തുകകൾ മുൻകൂട്ടി പല ആളുകളിലും അവരുടെ അനുഗ്രഹാശിസ്സുകൾ. അപ്പോൾ ഇതൊരു നെറ്റ്വർക്കായിട്ട് തന്നെയാണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്ര കോടി ചെലവിട്ടൊരു വലിയൊരു അമ്പലം ഉണ്ടാക്കുമ്പോൾ ആ അമ്പലത്തിൽ ഒരു ഈ പറയുന്ന പൈസ എണ്ണുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഓഡിറ്റിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ പണം എണ്ണുന്ന സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ രസകരമാണ്. ആ പല ദൃശ്യങ്ങളും മണിക്കൂറുകളോളം നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഡിലീറ്റഡ് ആണ്. ചില ദൃശ്യങ്ങളിൽ വളരെ രസകരമാണ്. ക്യാമറയുടെ മുന്നിൽ കയറി നിൽക്കുകയാണ് ഈ ആളുകൾ. ഈ ക്യാമറയുടെ മുന്നിൽ ആളുകൾ കയറി നിന്നിട്ട് ബാക്കി പണവും ഭണ്ഡാരവും ഒക്കെ എണ്ണുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഒളിക്കാനുണ്ടെന്ന് തന്നെയല്ലേ? അപ്പോൾ ശരിക്കും ഇതൊരു സ്കാം, ഒരു ശുദ്ധമായ തട്ടിപ്പ് അവിടെ നടക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ സൂചനകളും വരുന്നത്.